ഗൈസ് വെൽക്കം ബാക്ക് ടു അമീൻ അമ്മി വ്ളോഗ്. എന്താ പരിപാടി? നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. സമയം 12 മണി. അപ്പുറത്തൊന്ന് കയറും. ഇവിടെ വ്ളോഗ് ചെയ്യാണ്. നമ്മൾ മുബഷീർ വന്നിട്ടുണ്ട്. മുബഷീറിനെ പിക്ക് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എണീറ്റ് നിന്ന് 11 മണിക്ക് എണീറ്റു. 12 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് ബ്രഞ്ചാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കലിപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോളം വലിയ കലിപ്പനെ വേറെ എവിടെയും കിട്ടൂല. കലിപ്പന്റെ കാന്താരി. നാട്ടില് ബുള്ളച്ചൊക്കെ ഉണ്ടവന്. ബഷീർ, നിനക്ക് എന്താ പറയാനുള്ള അർഷാദിനെ കുറിച്ചിട്ട്? അർഷാദ് പറഞ്ഞൊരു കലിപ്പനാണ്, അറിയപ്പെട്ട കലിപ്പന. നിനക്ക് ചൊറിഞ്ഞ് കീറിനുണ്ടാവും. ഇപ്പൊ ചൊറിഞ്ഞ് കേറിക്കോ, ഒരു കുഴപ്പമില്ല. വണ്ടി സൈഡാക്കിട്ട് അടിച്ചൊക്കെ ചെയ്യും. നമ്മള് സദ്യ കഴിക്കാൻ വേണ്ടി വന്നിക്കാണ്. കൂപ്പൺ കിട്ടി. ഇവിടെ ഭയങ്കര തിരക്കാന്നു. പിന്നെ എല്ലാരും വീഡിയോ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കാണിക്കായിരുന്നാണ്. തിരക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല തിരക്ക്. എത്ര മിനിറ്റ് നമ്മള് വരുന്നിട്ടാ കിട്ടിയ വർഷേ? ഓൾമോസ്റ്റ് എത്ര മിനിറ്റ് നമ്മൾ വരുന്നിപ്പോ? അല്ല, എന്റെ ഒരു ഇടപെടൽ മൂലം പെട്ടെന്ന് നമുക്ക് അനക്ക് ക്രെഡിറ്റ് വന്നു. കുറച്ച് തല വെക്ക്. മാവേലിന്റെ അടുക്ക് ആക്ക്. മാവേലി ചേട്ടന്റെ അടുക്ക് തല ആക്ക്. തലവൊക്ക് അർഷാദ്, തലവൊക്ക് മേലക്ക്. അപ്പോൾ ഓരോ വിഭവങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സാധനങ്ങൾ വരാണ്ട്. എത്ര സാധനങ്ങളുണ്ടോ? എത്ര വിഭവങ്ങളുണ്ടോ? 29 അച്ചടി, കിച്ചടി, പച്ചടി, സാമ്പാർ, അവിയല്, അവിയല്, കിച്ചടി, പച്ചടി, വൈറ്റടി, കാളനോ എന്താ കാളന ഓടെ, അച്ചാറ്, നാരങ്ങച്ചാറ്, മാങ്ങച്ചാറ്, ഇതെന്ത് പുളിഞ്ചി, ഇത് മറ്റേ ശർക്കര ഉപ്പേരി, മറ്റേ പരിപാടി. പിന്നെ പപ്പടം, പൊടിഞ്ഞ പപ്പടമുണ്ട്, പഴമുണ്ട്, ഉപ്പുണ്ട്. ഇനി വേറെ എന്തെല്ലാം വരാണ്ട്. അതാ ഒരു നമുക്ക് വരാനുള്ളത് മറ്റേ ഇത് കിട്ടിയിട്ട് ചേട്ടാ, പയറുപ്പേരി, പയറുതോരൻ. വണ്ടിയിലൂടെ ഗൈസ് ഓൾമോസ്റ്റ് നമ്മളെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇനി കേൾക്കട്ടെ. നമുക്ക് ഒരു സാധനത്തിന് കമ്മിയുണ്ട്. നമ്മൾ പയറുതോരൻ വന്നിട്ടില്ല. ഇതുമ്പാടെ വരാണ്ട് പയറുതോരൻ. അപ്പോൾ ഓക്കെ, ബാക്കി കഴിച്ചിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഉച്ചക്ക് ഓണസദ്യ കാര്യം കഴിച്ച് കടന്നിട്ട് എണീറ്റത് 7 o'clock പള്ളി ഓണസദ്യ കാര്യം കഴിച്ച് നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. പിന്നെ വന്ന് കടന്നു ഒരു 2 o'clock കടന്നു. എണീറ്റത് കറക്റ്റായി പറയുകയാണെങ്കിൽ ഒരു 7:15 ആയിരിക്കും എണീറ്റപ്പോൾ. ഇപ്പോൾ ടൈം 8:45. എണീറ്റ് നിസ്കാരം കാര്യം കഴിഞ്ഞു. ഇനി നേരെ ജിമ്മിൽ പോട്ടെ. ജിമ്മിൽ പോയിട്ട് ഇന്ന് വർക്കൗട്ട് ജസ്റ്റ് മിക്സായിട്ട് കളിക്കുകയാണ് ഞാൻ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രോപ്പറായി വർക്കൗട്ട് കാര്യങ്ങളൊന്നുമില്ല. വർക്കൗട്ട് ചെയ്യും, പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ പുഷ് പുള്ള് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യില്ല. കുറച്ച് ദിവസമായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. അത് കാരണം വർക്കൗട്ട് കാര്യങ്ങളൊന്നും നേരെ ചെയ്തിട്ടില്ല. അവിടെ പോയിട്ട് വേണം. അപ്പോൾ നമ്മൾ ജിമ്മിലോട്ട് വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ വർക്കൗട്ട് വരുന്നത് മിക്സ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ഇവിടുന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പാട്ട് ഉണ്ടാവും, അത് കാരണം കോപ്പിറൈറ്റിന് പ്രശ്നം വരും. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും നിർത്തി വെക്കണം. ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ജസ്റ്റ് ഇട്ടതാണ്. നിങ്ങൾക്കത് കാണണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം.
അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ നിന്ന് വീഡിയോസ് കാര്യങ്ങൾ എടുക്കായിരുന്നത് മെയിനായിട്ട് എന്നാൽ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, കോപ്പറേറ്റ് വരും, അത് കാരണം എടുക്കായിരുന്നതാണ്. ഇനി റൂമിൽ പോട്ടെ, റൂമിൽ പോയിട്ട് വീണ്ടും കൂടി തിരിച്ചു വരണം, സ്റ്റീം ബാത്ത് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ ആദ്യം പോയിട്ടൊന്ന് സ്റ്റീം ബാത്ത് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് ശേഷം പിന്നെ സ്റ്റീം ബാത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം, വെജിറ്റബിളും. അപ്പോൾ പറഞ്ഞ പോലെ റൂമിൽ പോയി മറ്റേ ടർക്കി കാര്യങ്ങൾ എടുക്കാണ്ടായിരുന്നു. ടർക്കി എടുത്തു. ഇനി നേരെ സ്റ്റീം ബാത്ത് ചെയ്യട്ടെ. സ്റ്റീം ബാത്ത് ചെയ്തതിന് ശേഷം അവിടെ അടുത്ത് സഫീർ മോളിൻ്റെ മോളുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്, വാട്ടർമെലൻ, കുക്കുംബർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും വാങ്ങാൻ വേണ്ടി വന്നാലും ഓൾറെഡി അവിടെ നട്സ് അത്യാവശ്യം ഒരുപാട് ഇരിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. സ്ട്രോബെറി വാങ്ങണം, പിന്നെ ഓറഞ്ച്, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. നമ്മളിപ്പോൾ ടോട്ടൽ വാങ്ങിയ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പിന്നെ ആപ്പിൾ വാങ്ങി, പിന്നെ വാട്ടർമെലൺ, പിന്നെ കുറച്ച് ബനാന, കുക്കുംബർ നല്ലതാണ് ബോഡിക്ക്. അതായത് നമ്മളെ കംപ്ലീറ്റ് ഈ ചൂടിനും എല്ലാറ്റും നല്ലതാണ് ഇപ്പോൾ കുക്കുംബർ. പിന്നെ ലെബനപ്പ് വാങ്ങി. സ്റ്റീം ബാത്തൊക്കെ ചെയ്യുന്നപ്പോൾ അത്യാവശ്യം ബോഡി നന്നായിട്ട് ടയർഡായിരുന്നു. ഇപ്പോൾ ലെബനപ്പ് പിടിച്ചപ്പോൾ ഒരു റാഹത്തുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും റൂമിൽ പോയിട്ട് ഇത് കഴിക്കട്ടെ. വാട്ടർമെലൺ, സ്ട്രോബെറി കഴിക്കണം റൂമിൽ പോയിട്ട്. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിളും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കാം. ഞാൻ ഈ ഒരു വീക്ക് മാത്രം, ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ചിക്കനും അതേപോലെ ഓട്സും മെയിനായിട്ട് കഴിച്ചിരുന്നു. ചിക്കൻ, ഓട്സ്, എഗ്ഗ്. അത് കാരണം തോന്നുന്നുണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്, കയ്യുമൊക്കെ കുരു പൊന്തിയത്. അപ്പോൾ എന്തായാലും റൂം പോയിട്ട് കഴിക്കട്ടെ. വ്ളോഗുകൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗ് കാണാം.